ഹായ് മകളെ, ഒരുപാട് കാലമായി നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് +1 എത്തി. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് ഒരുപാട് തരത്തിലുള്ള ടെൻഷനുകളാണ്. അതായത് പഠിക്കാൻ വിചാരിച്ചു പഠനത്തിന് വേണ്ടി ഇരുന്നിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ, പല സബ്ജക്റ്റുകളും ടഫായിട്ട് ഫീൽ ചെയ്യുക, പല സബ്ജക്റ്റുകളെയും പല ചാപ്റ്ററുകളും ഒന്നും അറിയാത്തൊരവസ്ഥ. ഇനി പഠിച്ചാൽ തീരുമോ? ഇനി ആദ്യമൊക്കെ നമ്മുടെ ടെൻഷൻ ഞാൻ ഇനി പഠിച്ചാൽ A+ കിട്ടുമോ അല്ലെ ഫുൾ മാർക്ക് കിട്ടുമോ എന്നായിരുന്നു. അത് പതിയെ A+ലേക്ക്, ഇപ്പോൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടി പതിയെ അത് A+ലേക്ക് മാറ്റി. ഇനി പഠിച്ചാൽ എനിക്ക് ഫുൾ A+ കിട്ടുമോ? അതിനുശേഷം നിങ്ങളുടെ ചിന്ത എന്താക്കി മാറ്റി? ഇനി ഞാൻ പഠിച്ചാൽ സയൻസ് വിഷയങ്ങൾ എനിക്ക് A+ കിട്ടുമോ? അതിനുശേഷം ചിന്ത എന്താക്കി മാറ്റി? ഇനി ഞാൻ പഠിച്ചാൽ ഡബിൾ പാസ് ആവുമോ? അതിനുശേഷം ചിന്ത ഞാൻ വീണ്ടും മാറ്റി, ഇനി പഠിച്ചാൽ പാസ്സാവുമോ? ഇതാണ് ഒട്ടുമിക്ക +1 സ്റ്റുഡൻസിൻ്റെയും അവസ്ഥ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിൻ്റെ ഒക്കെ സമയത്ത് പറഞ്ഞതാണ്, 10ാം ക്ലാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ +1 ലൈഫിനെ നിർണ്ണയിക്കും. അതായത് ഏറ്റവും മികച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയും ചെയ്തു. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന സ്കൂൾ ഏതാണോ അത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പഠനത്തിലാവട്ടെ അല്ലാത്ത കാര്യങ്ങളാവട്ടെ. ചില കുട്ടികളൊക്കെ എനിക്ക് ഈ സ്കൂൾ വേണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ട മക്കൾ, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു ഭാഗം അവിടെ അവസാനിച്ച് ആ ഒരു ചാപ്റ്റർ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ മുന്നിൽ എന്ത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ +1 എത്തി. +1ൽ എന്തുകൊണ്ട് നിങ്ങളോട് പഠിക്കണമെന്ന് പറയുന്നു? അതിന് പ്രധാനമായിട്ട് 2 റീസൺ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത വർഷം +2 എക്സാമിൻ്റെ കൂടെ ആയിരിക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അത് പഠിക്കുന്ന സമയത്ത് +2വിലെ മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക വേണ്ട. രണ്ടാമത്തെ കാര്യം, അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിവും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി കിടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ +1 +2വിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി. അതിൽ ഒന്നാമത്തെ കാര്യം, ഏറ്റവും മികച്ച കോളേജുകളിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ സാറേ ഇതെന്നല്ലേ 10ാം ക്ലാസ്സിലും പറഞ്ഞത്? തീർച്ചയായിട്ടും. പക്ഷേ അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിന് ശേഷം +1 +2വിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് എയ്ഡഡ് ആയിട്ടും ഗവൺമെൻറ് ആയിട്ടും ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ഉണ്ട്. അതായത് ഒരുപാട് സീറ്റുകൾ, അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ച ഭൂരിപക്ഷം കുട്ടികളെയും +1 +2വിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ട് തന്നെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ലക്ഷക്കണക്കിന് സീറ്റുകൾ അവിടെ അവൈലബിൾ ആണ്. കുറഞ്ഞ സീറ്റുകൾക്ക് മാത്രമേ പരിമിതിയുള്ളൂ എന്നതാണ്. എന്നാൽ +2വിന് ശേഷം അതാണോ അവസ്ഥ? നിങ്ങളിപ്പോൾ ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും അവിടെ പരിമിതമായുള്ള സീറ്റുകൾ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെയും എയ്ഡഡിൻ്റെയും കീഴിലുള്ളത്. ബാക്കിയെല്ലാം സെൽഫ് ഫിനാൻസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റ് ഫീ ഒക്കെ വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ഡൊണേഷനായിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഫാമിലി ഏത് നിലവാരത്തിലുള്ളതാണ്. പ്രിയപ്പെട്ട മക്കളെ, എത്ര നിലവാരമാവട്ടെ, ഒരു രൂപ സ്വന്തമായിട്ട് നിങ്ങൾ അധ്വാനിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര സുഖത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും എത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ഒരു രൂപ നമ്മൾ അവനവൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഷ്ടപ്പാടുകൾ നമുക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ ഒട്ടുമിക്ക കുട്ടികളും അതിനുള്ളൊരു സാധ്യത ഇല്ല. +1 +2ലൊന്നും പൊതുവെ പണിക്കൊന്നും പോകുന്ന കുട്ടികളല്ല. കൂടുതൽ ആളുകളും സ്വന്തമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചാറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. അതായത് +2വിന് ശേഷം നിങ്ങൾ മാർക്കില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങളുടെ പാരൻസിനെയാണ്. നിങ്ങളുടെ പാരൻസ് അവരധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്താക്കാൻ പഠിപ്പിക്കാൻ എന്നൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. അതിനൊരു സാധ്യത നിങ്ങൾ കൊടുക്കരുത്. അതിൻ്റെ സാധ്യത എവിടെ വരുന്നത് വെച്ചാൽ +1ൽ തന്നെ നല്ല മാർക്ക് വാങ്ങിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ആദ്യ പടി നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. ഇനി പഠിച്ചാലും നിങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ മാർക്ക് നിങ്ങൾക്ക് അധികം വാങ്ങാൻ പറ്റും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നിങ്ങളുടെ പാരൻസിനോട് ഒരിത്തിരി സ്നേഹം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയുണ്ട് എങ്കിൽ, അവരെ ബുദ്ധിമുട്ടാക്കാതെ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഭാവിയിൽ അവരെ നിങ്ങൾക്ക് പൊന്നുപോലെ നോക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഏറ്റവും മികച്ചൊരു കാര്യം ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ഉള്ള സമയത്ത് പഠിക്കാനത് തന്നെയാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നല്ല റിസൾട്ട് ഉള്ളൂ. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ പോകാറുണ്ടായിരുന്നു. കൊല്ലത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിനൊക്കെ പോയ സമയത്ത് അവിടെ +1 +2 കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ, ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത് ചോദിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞൊരു കാര്യം ഫിസിക്സ് ആണ് സാറേ ടഫ് എന്നായിരുന്നു. എന്നാൽ തൊട്ട് മുമ്പത്തെ വർഷം, അതായത് ഈ വർഷം നമ്മൾ തിരുവനന്തപുരത്ത് കലോത്സവത്തിന് പോയ സമയത്ത് ഒരുപാട് കുട്ടികളെ കണ്ടു. അവിടെ +1 പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരോട് ചോദിച്ച സമയത്ത് അവർ ചിരിച്ചുകൊണ്ട്, ഞാൻ മാത്സ് ടീച്ചർ ആയതുകൊണ്ടാണ് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ മാത്സ് തന്നെയാണ് ടഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പിന്നിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഫിസിക്സ് മാറി മാത്സിലേക്ക് വരാനുള്ള റീസൺ ചോദ്യ പേപ്പറുകളുടെ പാറ്റേൺ മാറി എന്നൊക്കെ തന്നെയാണ്.
അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം ശരിക്കും ഈ എക്സാം ഭയങ്കര ടഫാണെന്ന് വെച്ചാൽ ഭയങ്കര ടഫൊന്നുമല്ല, നമ്മൾ ആ ലെവലിലേക്ക് പഠിച്ചിട്ടില്ല എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പഠിച്ചെത്തേണ്ടതുണ്ട്. നല്ല നല്ല ചോദ്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അഗ്നിഭാഷയിലൊക്കെ ഉള്ള കുട്ടികളാണ് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ടോപ്പർ സീരീസൊക്കെ കണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ നിമിഷം ഞാൻ വന്നിരിക്കുന്നത് ബാച്ചിനെ പറ്റി പ്രൊമോട്ട് ചെയ്യാനൊന്നും അല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലാത്ത പ്ലാറ്റ്ഫോമുകൾ കാണുന്ന കുട്ടികളുണ്ടാവും, അതേപോലെ തന്നെ ഓഫ്ലൈൻ സെൻറ്ററുകൾ കാണുന്ന കുട്ടികളുണ്ടാവും, ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോയിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളുണ്ട്, വെറുതെ ക്ലാസ്സിൽ പോയിട്ട് ഒന്നും മനസ്സിലാതെ വീണ്ടും യൂട്യൂബിലേക്ക് വന്ന കുട്ടികളുണ്ട്. ഭൂരിപക്ഷം അതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാമെന്നാണ്. മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസുകൾ പോയാൽ അതിൽ അവൈലബിൾ ആണ്. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാൽ തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഒക്കെ ഏതൊരു ചോദ്യത്തിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫിസിക്സിൻ്റെ ഒക്കെ അങ്ങനെ അവൈലബിൾ ആണ്. ഇരുന്ന് പഠിക്കുക, മാക്സിമം നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ പാരൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു മൊമെൻറ്റിനേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ സങ്കടപ്പെടുത്താതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാ, സൈലന്റ് ലേണിംഗ്. സ്റ്റേ ട്യൂൺഡ്.